എമ്പുരാൻ തന്നെ ഇറങ്ങുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ഷന്റെ മുകളിൽ. അപ്പൊ അദ്ദേഹത്തിൽ ഒരു വിശ്വാസം ഇല്ല. പൃഥ്വിരാജ് ഇതുവരെ നല്ലൊരു സിനിമ എടുത്തായിട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. കല്ല് വെച്ച നുണ പറയുന്നോടാ, സത്യം പറയടാ. നീ ആരാ? എന്തുദ്ദേശിച്ച നീ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്? മൈത്രേന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ പൃഥ്വിരാജ് സുകുമാരൻ എടുത്തിട്ടില്ല. അതാണ് ഇതുവരെ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. അയാളൊരു സംവിധായകനായിട്ട് മാറിയ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓഹോ, അതറിയിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അതെ സാർ. മോഹൻലാല് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംവിധായകന്റെ കയ്യിലാണ് മോഹൻലാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും കാണും. അത് മോഹൻലാൽ ആകുന്നതുകൊണ്ട് കാണാതിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. പക്ഷെ മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയാണെന്ന് കാണാം, അതിന്റെ പരസ്യം കൊണ്ട് തന്നെ കാണാൻ പറ്റും. അത് കാണത്തില്ല. ഇപ്പൊ എമ്പുരാൻ പോലത്തെ പടത്തിനെ കുറിച്ചിട്ട് അതിന് കാണാൻ പോവോ? അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടം കാണാൻ പോകത്തില്ല, മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകത്തില്ല. സിനിമ സംവിധായകൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതാണ് പലപ്പോഴും ആളുകൾ. മമ്മൂട്ടിക്കും മോഹൻലാലിനും സിനിമ ഇല്ല. നിർത്തണം നിന്റെ പ്രസംഗം. നാട്ടുകാരെ, ഇവരെ വിശ്വസിക്കരുത്, ഇവർ കള്ളനാണ്. അവരുടെ അങ്ങനെ ഒരു സിനിമ ലോകത്തുണ്ടായിട്ടില്ല. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമകൾ ഉണ്ടായതാണ്, ഒരു കാലത്തും കാണത്തുമില്ല. മമ്മൂട്ടി മോഹൻലാലും സിനിമ ഉണ്ടാക്കുന്നില്ല. അവർ സംവിധാനം ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോ മോഹൻലാൽ എന്തോ ഒരു സിനിമ ഉണ്ടാക്കിയില്ല, അപ്പോഴാണ് അയാളുടെ സിനിമയാണ്. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ലാലേട്ടന്റെ ലാസ്റ്റ് പടം തിയേറ്ററിൽ പോയി കണ്ടത് ഏതായിരിക്കും? മോഹൻലാൽ ലിജോ മലയക്കോട്ട വലിയ. അതാ ഞാൻ അത് ലിജോ എടുത്തോണ്ടാ പോകുന്നേ. തനിക്ക് മോഹൻലാലിന് ഭ്രാന്തുണ്ടായിരിക്കും, അതുകൊണ്ടാണ് താൻ ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്. അതൊരു മലയാളിയാണ് താൻ വീണ്ടും. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി.